പേൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പല ചോദ്യങ്ങളും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തുടക്കത്തിലെയുള്ള സംശയങ്ങൾ, തുടക്കത്തിലെ കേന്ദ്രം ഉൾപ്പെടുത്താത്തതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ നഷ്ടമായി എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നും അറിയിക്കാത്ത, അല്ലെങ്കിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടത്താത്ത ഒരു രീതി കേന്ദ്ര സർക്കാർ തുടരുന്നുണ്ട്. ആ സമയത്താണ് BJP പുതിയ കാലം മിർ ജാഫർ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത്. നിഷാദ്, ആ വിളി മനസ്സിലാക്കാം എന്താണെന്ന്. ഇപ്പോൾ എക്സിലൊക്കെ വലിയ രീതിയിൽ അത് ഹാഷ്ടാഗോടുകൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. BJPയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ആക്രമണം ആരെയായാലും എതിർത്ത് സംസാരിക്കുന്നവരെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന് വിളിക്കുക, ഇല്ലെങ്കിൽ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുക എന്നുള്ളത് ഒരു രീതിയായി തന്നെ തുടരുന്നു. അപ്പം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങളെ ഭയപ്പെടുകയാണോ കേന്ദ്ര സർക്കാർ? അല്ല, ഒന്നാമത് ഈ എതിർത്ത് സംസാരിക്കുന്നവരോട് വിരോധം ഉണ്ടാവുക സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള എതിർപ്പാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത്, രാജ്യത്തിനെതിരെ ഉന്നയിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ പാകിസ്ഥാനുമായി നമുക്കുണ്ടായ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിൽ നമുക്കുണ്ടായ നഷ്ടം എന്താണ് എന്ന് ചോദിക്കുകയാണ്. നമുക്കെത്ര ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായിട്ടുണ്ട്? ആ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നതിന് കാരണമുണ്ട്. നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മുടെ പട്ടാളം നൽകിയിട്ടുള്ള മറുപടി ഒരു കോൺഫ്ലിക്റ്റിൽ ലോസസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അതിൽ എന്തുമാത്രം കൃത്യതയോടെ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് എതിരാളികൾ പ്രയോജനപ്പെടുത്തുമെന്നുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് നിശബ്ദത അവലംബിക്കുന്നതാണ്. പട്ടാളം അത് പറയുന്നു, ഓക്കെ. അപ്പോൾ രാജ്യത്തിനകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ അവരാഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം രാജ്യത്തിന് പുറത്ത് ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങളുണ്ടായെന്നിട്ടുള്ള ക്യാമ്പയിൻ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾ വീണിട്ടുണ്ട് എന്നിട്ടുള്ള പഠനങ്ങളും അനാലിസിസുകളും ഒക്കെ, അല്ലെങ്കിൽ റിപ്പോർട്ട്സും ഒക്കെ പുറത്ത് പല രാജ്യങ്ങളിലെയും അനലിസ്റ്റുകൾ, മിലിറ്ററി എക്സ്പേർട്ടുകൾ, പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട പദവികളിരിക്കുന്ന ആളുകൾ പങ്കുവെക്കുകയും അത് വാർത്തയായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ സ്ക്രീൻ ചെയ്യുന്നു, നമ്മളിവിടെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് പുറത്ത് സംഭവിക്കുന്ന എന്താ പറയുക പ്രചാരണങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രവുമല്ല, ചൈനീസ് കമ്പനിയും ഒപ്പം ഫ്രാൻസ് കമ്പനിയും, ദസോ ഏവിയേഷനാണ് നമുക്കിവിടെ നമുക്ക് റഫേൽ തരുന്നത്. ചൈനീസ് കമ്പനിയാണ്, അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേറെ മിസൈലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വന്ന അപ്ഡേറ്റുകളിലൊന്ന് റഫാലിൻ്റെയും ദസോ ഏവിയേഷൻ്റെയും ഒപ്പം ചൈനീസ് കമ്പനിയുടെയും ഓഹരിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നോക്കിയാൽ ചൈനീസ് കമ്പനിക്ക് നേരിയ കുതിപ്പുണ്ടായെന്നുള്ള വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ പത്രം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ത്യക്ക് എന്തോ വലിയ നഷ്ടം ഉണ്ടായെന്നുള്ള പ്രചാരണം ലോകത്ത് നടക്കുന്നുണ്ട്. ആ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഫലനമാണ് നമ്മൾ ഓഹരി മാർക്കറ്റിൽ പോലും കാണുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററിക്ക് മേലെന്തോ പരിക്കേൽപ്പിച്ചു എന്ന പാകിസ്ഥാൻ്റെ പ്രചാരണത്തിനും വലിയ സ്വീകാര്യത ഒരു വശത്ത് കിട്ടുന്നു എന്ന പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇത് ശരിയാണോ? നമ്മുടെ 5 ഫൈറ്റർ ജെറ്റുകൾ, അതിൽ തന്നെ 2ഓ 3ഓ റഫാൽ എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും അത്യാധുനികമായ ഫൈറ്റർ ജെറ്റുകൾ തകർന്നു വീണിട്ടുണ്ടെന്ന് കഥ പ്രചരിക്കുന്നുണ്ടല്ലോ, വസ്തുത എന്താണ് എന്ന് ചോദിക്കുന്നതിനുള്ള പ്രശ്നം എന്താണ്? ഉത്തരം പറയാൻ പറ്റില്ല. ഞങ്ങൾക്കത് പറയാൻ പ്രയാസമുണ്ട്. റഫാലിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പറയാൻ പറ്റില്ല എന്നാണ് അന്ന് സുപ്രീം കോടതിയിൽ ഇതേ സർക്കാർ പറഞ്ഞത്. ബാക്കി റഫാലിൻ്റെ വില വെച്ചാൽ റഫാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഫ്രാൻസിലാണ്. അത് വാങ്ങിച്ച വേറെ രാജ്യങ്ങളുണ്ട്. വേറെ രാജ്യങ്ങളുടെ അടുത്ത് പോയാൽ നമുക്ക് വില നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചാൽ ഇവിടെ വില പറയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണമുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിലിറ്ററി കോൺഫ്ലിക്റ്റിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നാലും വരും. എത്ര പട്ടാൾക്കാർ മരിച്ചു അത് പറയാൻ പറ്റില്ല. അത് കാരണം നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് എടുക്കാമല്ലോ. പട്ടാളക്കാരുടെ മരണ വിവരങ്ങൾ പുറത്തു വരുന്നില്ലേ? ഇതിന് മുൻപുണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്ത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മിലിറ്ററി ലോസസിനെ കുറിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിലെ അതിർത്തി മുഴുവൻ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന തീവ്രവാദികൾ മുഴുവൻ ഇവിടെ അതിക്രമിച്ച് കയറി വരുന്നത് എന്ന് നരേന്ദ്രമോദി ചോദിച്ചിട്ടില്ലേ? അത് ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? നിങ്ങളുടെ കയ്യിലെ റിസർവ് ബാങ്ക് ഇരിക്കുന്നത്, എങ്ങനെയാണ് പിന്നെ ഈ ഭീകരവാദികൾക്ക് ഈ പണം മുഴുവൻ കിട്ടുന്നത് എന്ന് നരേന്ദ്രമോദി ഉറക്കെ മൈക്കിലൂടെ ചോദിച്ചിട്ടില്ലേ? അന്ന് അദ്ദേഹത്തിന് ചോദിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പരമമായ ഒരു പ്രത്യേകമായ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട്, രാജ്യത്തിന് ഒരു പരിക്കും പറ്റാൻ പാടില്ല, അതിൻ്റെ അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഇതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് വലിയ ഹോങ്കാരം മുഴക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കൊണ്ട് അന്ന് രാജിവെപ്പിക്കുകയും ചെയ്ത, ഞാൻ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കാര്യമാണ്, ഈ പറയുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള മിലിറ്ററി ലോസസ് എന്താണെന്നതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് വീരവാദം അല്ലെങ്കിൽ വലിയ മുഴക്കമാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ഒരു ഭീകരവാദിയാക്കുകയാണ്. ഇതിനു മുമ്പും രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്ന പേരിൽ പാകിസ്ഥാൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളെന്ന് ഇവർ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വെച്ചാൽ രാജ്യത്തോടുള്ള ചോദ്യങ്ങൾ രാജ്യത്തിനെതിരാണെന്ന അർത്ഥമേ ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മോദി അഡ്മിനിസ്ട്രേഷനോട് നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. മോദി അഡ്മിനിസ്ട്രേഷൻ്റെ മികവിനെതിരായിട്ടൊന്നും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് മുഴുവൻ നമ്മൾ പ്രത്യേക തരത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള
സംഘങ്ങളെ അയക്കുകയാണ് നമ്മുടെ ഭാഗം വിശദീകരിക്കാൻ. നോക്കൂ ധന്യ, 87 വിദേശയാത്രകളിലായി കഴിഞ്ഞ 11 വർഷം കൊണ്ട് 78 വിദേശ രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ വിശ്വഗുരു പട്ടം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ ലോകത്താകമാനം ഇന്ത്യക്ക് സവിശേഷമായ ഒരു പ്രാധാന്യം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സുപ്രീമസിയുണ്ട് ലോകത്തെ ഈ ശാക്തിക ചേരികളിൽ. നമുക്ക് നമ്മുടെ ഭാഗം വിശദീകരിക്കാൻ ശശി തരൂരിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആളുകളെ പ്രത്യേകമായി അയക്കേണ്ടി വരുന്നു. നമുക്ക് എന്തുകൊണ്ട് നയതന്ത്രപരമായ ഇടപെടലിലൂടെ മുഴുവൻ ആളുകളെയും നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? പാകിസ്ഥാൻ IMF-ൽ നിന്ന് ലോൺ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞു. എത്ര പേർ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തു? നമ്മൾ വലിയ നയതന്ത്ര ശാക്തീകരണം സാധ്യമാക്കിയ ഒരു രാജ്യമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന 87 വിദേശയാത്രകൾ കൊണ്ട്, കോടാനുകോടികൾ ചിലവാക്കിയ 78 വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് നമുക്കൊരു അത്യാവത്തിൻ്റെ ഘട്ടത്തിൽ എന്ത് സഹായം ഉണ്ടാക്കാൻ പറ്റും? ഇനി ശശി തരൂർക്ക് പോയി പറയണം ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭീകരതയ്ക്ക് എതിരാണ് എന്ന്, ഇരയാണെന്ന് സ്ഥാപിക്കാൻ പറ്റണം. അപ്പോൾ ഈ പരാജയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരാൾക്കും റൈറ്റ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മോദി ഭരണകൂടത്തിൻ്റെ ഭരണപരമായ വീഴ്ചകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല. സെക്യൂരിറ്റി ത്രെട്ട് എന്ന പ്രശ്നം നിങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. പഹൽഗാമിലെ സെക്യൂരിറ്റി ത്രെട്ടിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ IB-യിൽ ഉണ്ടായ വീഴ്ച എന്താണ്? രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ടായ വീഴ്ച എന്താണ്? അവിടെ ഒരു പോലീസുകാരൻ പോലും എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്താണ് എന്നാരും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അദ്ദേഹത്തെ ഇതേ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പേരിൽ പിടിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം എന്താ അറിയാമോ? അതായത് ഇന്ത്യയിലെ ഭീകരവാദം, അതായത് സൈനികമായ നടപടിയില്ലാതെ ഇന്ത്യയെ ഈ പറയുന്ന ഭീകരവാദ ട്രൂപ്പുകൾ കൊണ്ട് ആക്രമിക്കാമെന്നൊരു സ്ട്രാറ്റജി ഇത്രയും കാലം പാകിസ്ഥാൻ പയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നടക്കില്ല. ഇനി നിങ്ങളുടെ മിലിറ്ററി ആക്ഷനല്ല, തീവ്രവാദികളാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ മിലിറ്ററി സ്വഭാവത്തിൽ തിരിച്ചടിക്കും എന്നൊരു ശക്തമായ സന്ദേശം പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നു. അത് നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു സോഫിയ ഖുറേഷിയെ പോലുള്ള ഓഫീസേഴ്സിനെ ഹിന്ദുത്വവാദികൾ പോലും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അത് ശുഭകരമായ ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ വലിയ തോതിൽ മുസ്ലിംസ് ആക്രമിക്കപ്പെടുന്നുണ്ട്. ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ സോഫിയ ഖുറേഷിയെ പോലുള്ള ആളുകൾ അതിനെതിരെ ശബ്ദിച്ച് രംഗത്ത് വരുന്നത് നന്നായിരിക്കും. ഈ മോബ് ലിഞ്ചിങ് പോലെയുള്ള മുസ്ലിം മൈനോറിറ്റി അനുഭവിക്കുന്ന പ്രശ്നം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിനെതിരെ രാജ്യത്തിൻ്റെ അഭിമാനവും അഖണ്ഡതയും പോലുള്ള എന്തൊക്കെയോ ലംഘിച്ചതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, സോഫിയ ഖുറേഷിയെ ഒരു മധ്യപ്രദേശ് മന്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സുപ്രീം കോടതി അയാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ആ പറയുന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ സോഫിയ ഖുറേഷിയെ മാത്രമല്ല, ഓരോ ദിവസവും മുസ്ലിമായി പോയതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ആക്ഷേപിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ നിയമ സംവിധാനങ്ങളുടെ മുഴുവൻ ആവേശം ഈ കാര്യത്തിൽ എല്ലാം കാണണം. ഒരു പ്രിവിലേജിൽ സോഫിയ ഖുറേഷിക്ക് മാത്രമല്ലാതെ കിട്ടേണ്ടത്, ബാക്കി എല്ലാവർക്കും, ഒരു പട്ടാള ഓഫീസർക്ക് മാത്രം കിട്ടേണ്ടുന്ന ഒന്നല്ലാതെ എല്ലാവർക്കും. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പേരിൽ മാത്രം രാജ്യത്തുണ്ടായിട്ടുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആക്റ്റുകൾ, ആക്രമണങ്ങൾ, പലായനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതല്ലേ? അപ്പോൾ സുപ്രീം കോടതി അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന, മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ആക്ഷേപിക്കപ്പെടുന്നതിൻ്റെ പ്രശ്നം ഇതിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല, എല്ലാത്തിലും ഉണ്ടാവേണ്ടതാണ്. അത് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരെ രാജ്യദ്രോഹികളായി ചാപ്പയടിക്കാം എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഇതിനെ ഭയപ്പെടാതെ 2 തവണ ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ രാജ്യദ്രോഹിയായി പോകുമോ, ഇവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഞാൻ പുറത്തായി പോകുമെന്ന ഭയപ്പാട് അയാളെ സ്വാധീനിക്കുന്നില്ല. അത് നല്ല കാര്യമാണ്. കാരണം എന്താണ്? ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന് കൈയടിക്കുന്ന ആളുകളുടെയും മാത്രമായിട്ടൊരു രാജ്യമല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ല രാജ്യം. മറിച്ച് നമ്മുടെ രാജ്യത്തിന് എന്തുമാത്രം നേട്ടങ്ങളുണ്ട്, എന്തുമാത്രം കോട്ടങ്ങളുണ്ടെന്ന് ചോദിക്കാനോ അറിയാനുള്ള അവകാശം ഭരണഘടനാപരമായി നമുക്കുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് സവിശേഷമായ അധികാരവും പ്രിവിലേജും ഉണ്ട്. അത് വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇനി മുതൽ അങ്ങോട്ട് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഒച്ചപ്പാടിനെ ഭയപ്പെടാതെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ശരിയാവണ്ണം ചോദിക്കട്ടെ. എല്ലാ ചോദ്യങ്ങളും ചോദിക്കട്ടെ. അതിൽ ഞാൻ ആരുടെയെങ്കിലും പക്ഷത്തായി പോകുമോ, എന്നെ ഒരു പക്ഷപാതിയായി ചിത്രീകരിക്കുമോ പോലുള്ള ഭയപ്പാടുകൾ അവസാനിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. നൗഫൽ ഈ പറഞ്ഞതാണ്, അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ചോദിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷമായിട്ട് ചോദ്യം ചോദിക്കുന്നവരെ ഒക്കെ ആ രീതിയിൽ രാജ്യത്തിനെതിരാക്കുന്നൊരു പ്രവണതയുണ്ട്. നമുക്കറിയാനുള്ള അവകാശം, അല്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും ധാരണയില്ലാത്ത രീതിയിൽ ഒരു വൺ സൈഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴാണൊന്ന് സംസാരിച്ചു തുടങ്ങിയത് ഒരു കാര്യം, 2 ഇത് തുടരുമോ എന്നുള്ളതിലും അറിയില്ല. അപ്പോൾ ഇന്ത്യ സഖ്യത്തിലിട്ട പി ചിദംബരത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബൈറ്റ് ഓർമ്മയില്ലേ? അതായത് BJP സൂപ്പറായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നില്ല. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതല്ലേ കാണുന്നത്? പ്രതിപക്ഷം വേണ്ട രീതിയിലാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഇതിലിപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇപ്പം വയനാട്
മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട, ബലൂൺ മതി എന്ന് തീരുമാനിച്ച രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അത് ഒന്നല്ല 2 തവണ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. അത് കോൺഗ്രസ്സുകാർക്ക് നൽകുന്നൊരു ധൈര്യം വളരെ വലുതാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരു ഭീകരാക്രമണം നടന്നത് പുൽവാമയിലാണല്ലോ. അതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. അന്ന് പുൽവാമയിൽ ഇന്ത്യയുടെ എത്ര സൈനികരാണ് വെറുതെ കൊല്ലപ്പെട്ടത്. അന്ന് എന്തുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ച എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് ചോദിച്ചാൽ ഇതേ അവസ്ഥയായിരുന്നു. ഒന്നുകിൽ അവൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് അവനെ രാജ്യദ്രോഹിയാക്കും. എന്നിട്ട് ബലാക്കോട്ട് പോയി തിരിച്ചടിച്ചു ഇന്ത്യ. പക്ഷേ ആ സുരക്ഷാ വീഴ്ച, അത്രയേറെ സൈനികർ കൊല്ലപ്പെട്ടതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായോ? നരേന്ദ്രമോദി തയ്യാറായോ? ആരും തയ്യാറായില്ല. അതേ അവസ്ഥ തന്നെയല്ലേ പഹൽഗാമിലുണ്ടായത്. വളരെ നിഷ്കളങ്കരായ മനുഷ്യർ, അവർ അവധി ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ്. അവരെ കശ്മീർ എന്ന് പറഞ്ഞാൽ അത്രയും സുരക്ഷ വേണ്ട ഒരിടത്ത് അവർക്ക് ആ സുരക്ഷ ലഭ്യമാക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ല. അത് സർക്കാരിൻ്റെ വലിയൊരു വീഴ്ച തന്നെയല്ലേ. അത് ചെയ്യാതെ അതിന് ചോദ്യം ചെയ്താൽ അത് രാജ്യദ്രോഹമാകുന്നത് എങ്ങനെയാണ്? ശരിക്കും സർക്കാർ ചെയ്തതാണല്ലോ രാജ്യദ്രോഹം. തങ്ങളുടെ പ്രജകളെ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട സമയത്ത് അവർ സംരക്ഷിക്കാതെ ഇരുന്നതാണല്ലോ രാജ്യദ്രോഹം. അതും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും. അപ്പോൾ അത്രയും ചെയ്തിട്ട് അതെല്ലാം മറച്ചു പിടിക്കാനാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്ന ആളെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊഫസർ, അതിനു മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ, ഇവരൊക്കെ ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും അവരെ പിടിച്ച് അകത്തെടുക്കും. പക്ഷേ സോഫിയ ഖുറേഷിയെ അങ്ങനെ അത്രയേറെ അവഹേളിച്ച മധ്യപ്രദേശിലെ മന്ത്രിക്കെതിരെ കേസെടുക്കുകയോ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയോ ചെയ്തില്ലല്ലോ. അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ കാലങ്ങളായി. ഇപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇതിന് പറ്റാത്തവർ, ഇവിടെ ജീവിക്കാൻ പറ്റാത്തവർ നേരെ പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നുള്ളത് അവരുടെ സ്ഥിരം പല്ലവിയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ കേസിലും ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധവിരുദ്ധത എന്നുള്ളത് ഇപ്പം ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. യുദ്ധവിരുദ്ധത ഇപ്പം ഈവൻ ഇസ്രായേലിൽ പോലും ഗസയ്ക്കെതിരെയുള്ള കടന്നാക്രമങ്ങളെ എതിർത്തുകൊണ്ട് എത്രയെത്ര പ്രകടനങ്ങളാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്നു, ബ്രിട്ടനിൽ നടക്കുന്നു, റഷ്യയിൽ നടക്കുന്നു, യുക്രൈനിൽ ഒക്കെ നടക്കുന്നു. ഈ യുദ്ധത്തിനെതിരെ ജനങ്ങൾക്ക് സംഘടിക്കാനും അവർക്ക് അതിനെതിരെ പ്രതിഷേധിക്കാനുമുള്ള അവസരം അതത് രാജ്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഇന്ത്യയുടെ കേസിലെടുത്ത് നോക്കൂ, യുദ്ധത്തിനെതിരെയാണ്, അതായത് രാജ്യത്തിനെതിരെയല്ല, യുദ്ധത്തിനെതിരെ, ജനങ്ങൾ മരിക്കുന്നതിനെതിരെ ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ഒരു തെറ്റും രാജ്യദ്രോഹവുമായാണ് നമ്മുടെ രാജ്യം കാണുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ പോകാൻ സാധിക്കുന്നു? അപ്പോഴാണ് ഈ നയതന്ത്രം പരാജയപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നയതന്ത്ര മേഖലയിൽ ഇന്ത്യ എത്രത്തോളം വിജയമാണോ അല്ലയോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചോദ്യം. അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ MP-മാരുടെ സംഘത്തെ പറഞ്ഞേക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത നയതന്ത്രമൊക്കെ എന്തായി? അപ്പോൾ ഈ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ലോകരാജ്യങ്ങൾ അറിയുന്നുണ്ട്, ലോകരാജ്യ തലവന്മാർ അറിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് ഇന്ത്യയോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യുന്നവരെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ മറുപടി? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പാകിസ്ഥാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചവരാണ് രാജ്യത്തെ ജനങ്ങളൊന്നാകെ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാതെ നിന്നിട്ടുണ്ടോ? പ്രതിപക്ഷം ഒന്നടങ്കം സർക്കാരിന് എന്ത് പിന്തുണയും നൽകാം, പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ വരെ പിന്തുണ നൽകാം, ആ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ, ഭീകരരെ പിടികൂടാൻ, ഭീകരരെ ഇല്ലാതാക്കാൻ എന്ത് വിധേനയും മുന്നിൽ നിൽക്കാം എന്ന് പ്രഖ്യാപിച്ച പാർട്ടികളാണ്. അങ്ങനെയുള്ള പാർട്ടികളിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് നമുക്കുണ്ടായ നഷ്ടം എന്താണ്? എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. എങ്കിൽ എന്താണ് ആ നഷ്ടം? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിലില്ല എന്ന് പറയൂ എന്ന് ചോദിച്ചാൽ അതിന് ആ മറുപടി കൊടുത്താൽ പോരെ? അതിന് അദ്ദേഹത്തെ നേരെ പാകിസ്ഥാനിയാക്കുന്നു, പാകിസ്ഥാൻ മേജറാക്കുന്നു. ഇനി ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയൊന്നുമില്ല. ഇത് സ്ഥിരമായിട്ട് നടക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി, നാളെ മറ്റൊരാൾ, ഇത്രയേ ഉള്ളൂ വിഷയം. തുടരും.